ജിഷൻ ചേട്ടൻ ആദ്യം കണ്ടപ്പോ ഉണ്ടായിരുന്ന ആ ഒരു ഇംപ്രഷൻ ഇപ്പൊ ഉള്ള ഒരു ഇംപ്രഷൻ? ആദ്യം കണ്ടപ്പോ ഞാൻ ജിഷാനെ അതിന് മുന്നേ ജിഷാനെ പറ്റി കേട്ടിട്ടുണ്ട്. ജിഷാന്റെ മണിമുത്ത് വളരെ മോശമായിട്ട് കേട്ടിട്ടുണ്ട്. മണിമുത്ത് എന്ന് പറയുന്ന സീരിയലിൽ ജിഷാന്റെ പേരായിട്ട് എന്നെ വിളിച്ചതായിരുന്നു. ഞാൻ അത് ഒഴിവാക്കിയതായിരുന്നു. ആ ഒരു സാധനം മൈൻഡിൽ ഉണ്ടെങ്കിലും ഒരു ഡിസ്റ്റൻസിലാണ് ഞാൻ ജിഷാനത് മിണ്ടിയിരുന്നതും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്തതും ഒക്കെ. അങ്ങനെ ഒരു ഭയങ്കര എനിക്ക് ഒരിക്കലും ഓക്കെ അല്ലാത്ത ഒരാളായിരുന്നു. ക്ലാവ് പഠിച്ചു കിടക്കുന്ന വിളക്കെന്ന് പറയില്ലേ, ആ വിളക്ക് ഭംഗിയാക്കി എടുത്ത് കഴുകി വെച്ചാൽ നല്ല ഐശ്വര്യമുള്ളതാണ്. എല്ലാരും പറഞ്ഞു. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു ടൈറ്റിൽ ഇടുവാണെങ്കിൽ എന്തായിരിക്കും? ഞങ്ങളുടെ റിലേഷൻഷിപ്പിനോ? രാധേകൃഷ്ണൻ. ആദ്യം ആരാണ് വീണത്? ആരാണ് ഏറ്റവും ഹാർഡായിട്ട് വീണത്? നീ താഴെയല്ല, റിലേഷൻഷിപ്പിൽ. നമ്മുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് ഫ്ലേർട്ട് ചെയ്ത് വന്ന ചേട്ടനല്ലേ. എന്ത് പറഞ്ഞ ഫ്ലാറ്റ് ചെയ്തേ? എന്ത് പറഞ്ഞ ഫ്ലാറ്റ്? അതിന് എല്ലാരും ഫ്ലേർട്ട് ചെയ്ത കൂട്ടത്തിൽ തന്നെ ഫ്ലേർട്ട് ചെയ്തതാ. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. പിന്നെ എന്താണ് ഇപ്പോ, അതായത് കല്യാണം കഴിഞ്ഞിട്ട് ഇനിയിപ്പോ ലീഗലി ഭാര്യ ഭർത്താവ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, എന്താണ് വൈഫിനെ കണ്ടപ്പോ ആ താലിയും സിന്ദൂരും ഒക്കെ? ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു ബ്രൈഡൽ ഗ്ലോ ഉണ്ട്. അല്ല, തീർച്ചയായും അവർക്ക് ഒരു ഗ്ലോ വന്നിട്ടുണ്ട്. സത്യം ഞാൻ ചോദിച്ചിട്ടുണ്ട് അവളൊക്കെ. ഞാൻ ഭംഗിയായിട്ട് ഒരു ഗ്ലോ അല്ലെങ്കിൽ ഒരു സന്തോഷം അവളുടെ മുഖത്ത് എനിക്ക് കാണാനുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് ഒരു സിന്ദൂരവും കാണുമ്പോൾ നമുക്കൊരു ഉത്തരവാദിത്വ ബോധം ഉണ്ടാവും. അതങ്ങനെയാണ്. എന്നൊക്കെ ഉത്തരവാദിത്വം വന്നു. അതെ, എന്നൊക്കെ ഉത്തരവാദിത്വം വന്നു. അല്ല, അത് ഞാൻ പറയാം. ചേട്ടനില്ലേ ചില ചോദ്യം ചോദിക്കോ പെട്ട് നീ എന്തെങ്കിലും പറയാണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ചേട്ടൻ പറയില്ല. ആക്ച്വലി ചേട്ടന് നമ്മള് റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഉത്തരവാദിത്വം ഇല്ലായിരുന്നു. ഒരു കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വം. പക്ഷെ ഇപ്പൊ അങ്ങനല്ല. അതായത് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 1 year ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നില്ല. എന്റെ പഠനം കംപ്ലീറ്റ് ആവുന്നതിന്റെ ഒരു ഭാഗമായിട്ട് ഒരു ബ്രേക്ക് എടുത്തിരിക്കാം. അപ്പൊ ഈ ഒരു വർഷമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും എന്റെ ഏറ്റവും സ്ഥിര കാര്യവും ചേട്ടൻ തന്നെയാണ് നോക്കുന്നത്. അതൊരു വലിയ ഉത്തരവാദിത്തല്ലേ, മികച്ച ഉത്തരവാദിത്തല്ലേ. പിന്നെ അമ്മണിയുടെ കാര്യങ്ങള്, നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങള് ശ്രദ്ധിക്കുന്നുണ്ട് നോക്കുന്നു. പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ ആയിരുന്നില്ല. അങ്ങനെ അല്ലായിരുന്നു. നല്ല വർക്കുണ്ട്, നല്ല വർക്ക്. ഞാൻ പരിചയപ്പെടുമ്പോ കൈ നിറയെ വർക്ക് ഉണ്ടെങ്കിൽ പോലും ചേട്ടന് എല്ലാ കാര്യങ്ങളും നോക്കാനുള്ള ഒരു ഇതില്ല. പലയിടത്തും എന്താ പറയാ, കട ഉണ്ടാവുക, ലോസ് ഉണ്ടാവുക. ഇതെങ്ങനെ സംഭവിക്കണമെന്ന് ചോദിച്ചാൽ ഇതിനൊന്നും ഒരു കണക്കുമില്ല, ഗ്രാഹ്യമില്ല, ഒരു ഐഡിയ ഇല്ല. പിന്നെ ആള് നോർമൽ അല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അതെല്ലാം മാറി നോർമൽ ആയപ്പോഴത്തേക്കും ഇപ്പൊ കുറച്ച് കിളികളൊക്കെ തിരിച്ചു വന്നു. ഒന്നിനോട്ടത്തിൽ കൂടി പിടിച്ച് വലിക്കി കേട്ടാനുണ്ട് കൊണ്ട് അല്ല, അതെങ്ങനെ അറിയോ, ഈ പണ്ട് എനിക്ക് പറഞ്ഞ വർക്ക് ഉണ്ടാവും, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എനിക്ക് ഈ പറയുന്ന മാസം 10-ാം തീയതി ആകുമ്പം വണ്ടിന്റെ EMI ഉണ്ടാവും, കയ്യില് സൂക്ഷിക്കാനോ ഇങ്ങനെയൊന്നുള്ള ഒരു അറിവില്ല. EMI ഉണ്ടാവും, വാടക ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. എന്തോ എനിക്ക് ആ സമയമാകുമ്പോൾ എനിക്ക് കടം വാങ്ങേണ്ടി വരും. ലൈക്ക് എടുക്കുന്നെങ്കിലും എടാ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും, 2 ദിവസം കഴിഞ്ഞിട്ട് തരാം എന്ന് പറഞ്ഞിട്ട് വാങ്ങിയിട്ട് ആ വാക്ക് പോലും അവർക്ക് ഇഷ്ടമല്ല. ആ വാക്ക് എനിക്കും ഇഷ്ടമല്ല. ഞാൻ ഇപ്പൊ ആർക്കും കടം കൊടുക്കാറുമില്ല, അത് വാങ്ങാറുമില്ല. ആ വാക്ക് വരുന്നതിന് നമുക്കത് വരുന്നത് ചേട്ടനെ വിളിച്ച് ചോദിക്കുമായിരുന്നു പലരും. അവർക്ക് കൊടുക്കും. പിന്നെ ചേട്ടൻ ആവശ്യത്തിന് വരുമ്പോ ചേട്ടൻ ഉണ്ടാവും. ചേട്ടൻ പലരും വാങ്ങും. ഞാൻ പറഞ്ഞു ഈ പരിപാടി കൊടുക്കുകയും ചെയ്ത് വാങ്ങുകയും ചെയ്തു. അതാണെങ്കിൽ സ്റ്റാറ്റസ് ഇട്ടാം. എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്, ഞാൻ ചെയ്യാറില്ല. ഞാൻ പട്ടിണി എടുക്കും. ചാവുമായിരിക്കും, പക്ഷെ കുഴപ്പമില്ല. അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ആ വേർഡ് തന്നെ എനിക്ക് ഇഷ്ടമല്ല. സത്യം. കാരണം ഈ കടം കൊടുക്കുമ്പോഴേ പല ബന്ധങ്ങളും പോവുകയും ചെയ്യും. ഞാൻ അതിന്റെ അനുഭവസ്ഥ ആയതിനു ശേഷം ഇപ്പോഴൊന്നും അല്ല, ഒരു 2018 എന്ന ഏജാണ് അപ്പോഴൊക്കെ. പക്ഷെ അതോടുകൂടി ഞാൻ വെറുത്തു. ഒരാൾക്ക് കൊടുത്ത് വെറുത്തതാ. നമ്മള് ഒരു തെറ്റും ചെയ്യാതെ കുറ്റക്കാരാകുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്.
ഇപ്പൊ ഞാൻ ഇനി ചെറിയൊരു റാപ്പിഡ് ഫയർ സെക്ഷനിലേക്ക് പോയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു ടൈറ്റിൽ ഇടുവാണെങ്കിൽ എന്തായിരിക്കും? ഞങ്ങളുടെ റിലേഷൻഷിപ്പിനോ? രാധേകൃഷ്ണ. ഓക്കെ, അടിപൊളി. നമ്മുടെ മനസ്സ് വിചാരിച്ചതാണ് ചേട്ട പറയല്ലേ. ഞാൻ ചേട്ടപ്പൊന്ന് പറയും, ഞാൻ വേറെ പറയാം. ഞാനെന്ത് പറയുന്നുണ്ടെങ്കിൽ അതെന്നോട് പറയുന്നു. ഓക്കെ, അടുത്തത്. ഞാന് എന്റെ ഫോണിൽ ഇവളുടെ പേര് ഞാൻ എടുക്കുന്നത് രാധയാണ്. രാധ ഞാൻ കണ്ണെന്ന് അടിച്ചിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ അങ്ങനെ വിളിക്കാറില്ല. അത് സ്റ്റാർട്ടിങ് മുതൽ നമ്മളൊരു ഇഷ്ടം റിവീൽ ചെയ്തപ്പോ മുതൽ നമ്മൾ അങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ അപ്പൊ ഹൂ ഫെൽ ഫസ്റ്റ് ആൻഡ് ഹൂ ഫെൽ ഹാർഡർ? എന്താണ് ആദ്യം ആരാണ് വീണത്? ആരാണ് ഏറ്റവും ഹാർഡായിട്ട് വീണത്? നീ താഴെയല്ല, റിലേഷൻഷിപ്പിൽ. നമ്മുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഫ്ലേർട്ട് ചെയ്ത് വന്ന ചേട്ടനല്ലേ. എന്ത് പറഞ്ഞ ഫ്ലാറ്റ് ചെയ്തേ? എന്ത് പറഞ്ഞ ഫ്ലാറ്റ്? അതിന് എല്ലാരും ഫ്ലേർട്ട് ചെയ്ത കൂട്ടത്തിൽ തന്നെ ഫ്ലേർട്ട് ചെയ്തതാണ്. പക്ഷെ നറുക്കിവിടെ വീണു. അല്ല, അപ്പൊ ഞാൻ വിചാരിച്ചു, ഓഹോ താങ്കൾ വലിയ ഫ്ലേർട്ടുകാരനല്ലേ, ശരിയാക്കി തരാം. അല്ല, ആടി കൊടുത്തു. ജീവിതകാലം മുഴുവൻ നിന്നെ എന്നെ മാത്രം ഫ്ലേർട്ട് ചെയ്താൽ എന്നാക്കി കൊടുത്തു. അത് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാല് ആദ്യമൊക്കെ പണ്ടൊക്കെ എനിക്ക് ഈ നമ്മുടെ ഫോണ് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് വേറൊരാൾ നോക്കാൻ പാടില്ല. അത് നമ്മുടെ പേഴ്സണൽ അല്ലേ. പക്ഷെ അതൊരിക്കലും നമുക്ക് ഭാര്യയുടെ അടുത്ത് ചെയ്യാൻ പാടില്ല എന്നാണ്. ഇപ്പൊ വൈഫിന്റെ അടുത്ത് നമ്മള് ഫോൺ എടുക്കും. ചില റീലൊക്കെ കണ്ടില്ലേ, പിന്നെ ഭർത്താവിന്റെ ഫോൺ എടുത്തിട്ട് ഭാര്യയോട് പോയി ഞാൻ പേടിച്ച് നിൽക്കുന്നു. ഈ റിയാക്ഷൻ ഒക്കെ എടുത്ത് ശരിക്കും കള്ളത്തരം ചെയ്യുന്നവര് ഫുള്ള് പേടിയാണ്. റിലേഷൻ ആയ സമയത്തൊന്നും മൊബൈൽ അറിയിക്കില്ലായിരുന്നു. 16,000 അതിന്റെ മേളിലേക്കുള്ള കാമുകിമാരുടെ മെസ്സേജ് ഒക്കെ വരുമായിരുന്നു. നമുക്ക് ഇപ്പൊ ഒരു ഫോണ് അൺലോക്ക് ചെയ്തിട്ട് മീൻസ് അൺലോക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ പാസ്വേഡ് അറിയുന്ന ഭാര്യയുടെ മുമ്പിൽ ഓപ്പൺ ആയിട്ട് വെക്കാൻ എന്ന് സാധിക്കും. സക്സസ്ഫുൾ ആണ്. ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു, എന്തിനാ അതിന്റെ ഇടയിൽ ഒരു പ്രൈവസി എന്തിനാ? നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നവരുടെ ഇടയിൽ ഒരു പ്രൈവസി എന്തിനാ? അവിടെ ഒരു പ്രൈവസി അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് വെക്കുമ്പോഴാണ് മൂന്നാമത് അവിടെ ഒരാൾക്കൊരു വരുന്നത്. അവിടെ ഒരു ഗ്യാപ്പ് കൊടുക്കില്ല നമ്മള്. അങ്ങനെ ഒരുമിച്ച് ജീവിക്കുന്നവർ തമ്മിൽ പാടില്ല. എന്റെ ആശയം ഞാൻ പറഞ്ഞു. അപ്പൊ അത് ആദ്യം വർക്കൗട്ട് ആവുന്നുണ്ടായിരുന്നില്ല. ഗ്രാജുവലി ഇത് വർക്കൗട്ട് ആയി തുടങ്ങിയപ്പോ പതിയെ ഫോൺ തറയി വെക്കാൻ തുടങ്ങി, ഫോൺ എനിക്ക് നോക്കാൻ തന്നു തുടങ്ങി, പിന്നെ പാസ്വേഡ് തന്നു തുടങ്ങി. അങ്ങനെ അതിന് ടൈം എടുക്കും എനിക്കറിയാം. ഞാൻ കൊടുത്തു, ടൈം എടുത്ത് അതിലേക്ക് മാറി. ഇപ്പൊ എനിക്ക് എന്റെ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഫേസ്ബുക്കിൽ പോയി ഇവളാണ് യൂസ് ചെയ്തത്. ഇപ്പോഴും അവളുടെ സെക്കൻഡറി അക്കൗണ്ട് ആയിട്ട് ഇൻസ്റ്റാഗ്രാം ഉണ്ട്. പോയപ്പോ മുതൽ എന്റെ ഫോണിൽ കിടക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ധൈര്യത്തോടു കൂടി വൈഫിന് എന്ന് നമ്മുടെ ഫോണ് വിത്തൗട്ടോ, ഞാൻ ഏതോ ഒരു നമ്മളെ ജിൻഡോ ആണെന്ന് തോന്നുന്നു, ബോഡി ക്രാഫ്റ്റ് ജിൻഡോ ഏതോ ഒരു ഇന്റർവ്യൂ, നമ്മുടെ പേഴ്സണൽ ആണ്, അതൊന്നും നമ്മൾ കൊടുക്കാൻ പാടില്ല, തെറ്റ്. എന്ന് നമ്മുടെ ഫോണ് വിത്തൗട്ട് ലോക്ക് ഭാര്യക്ക് മുമ്പിൽ കൊടുക്കാൻ പറ്റുന്നോ അന്ന് നിങ്ങൾ സക്സസ്ഫുൾ ആണ്. ഞാൻ ചാണത്ത് പറഞ്ഞത്, ഞാൻ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇങ്ങനെ വെക്കില്ലായിരുന്നല്ലോ. അപ്പൊ ഞാൻ ചാണത്ത് പറയുന്നു, രണ്ടുപേർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുമ്പോൾ അതിനിടയിൽ ഒരു പ്രൈവസി ചോദിക്കുന്നത് തന്നെ കളത്തരാണ്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞു. കാണാത്തത് എന്താണ് ആ ഫോണിലുള്ളത്? സത്യം. ഈവൻ നമ്മളൊരു പെൺകുട്ടിയുടെ അടുത്ത് കുഞ്ഞ് പഞ്ചാരയാണെങ്കിൽ കൂടി, വേറൊന്നും ഇല്ലെങ്കിലും പഞ്ചാരയാണെങ്കിൽ കൂടി അതിനൊരു മൈക്രോ ചീറ്റിംഗ് ഇത് വരുന്നുണ്ട്. മൈക്രോ ചീറ്റിംഗ് ഇങ്ങനെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ സമാധാനമാണ്, നമുക്ക് ഫ്രീ ആണ്. മറ്റേ ആൾക്ക് തിങ്ക് ചെയ്യേണ്ടി വരില്ല. അതെന്താ ഫോണിൽ. അപ്പൊ ഞാൻ ചാണത്ത് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ ഇവിടെ തന്നെ ഉണ്ട്, പക്ഷെ എന്ന് എന്റെ ഫോണില് വിത്തൗട്ട് പാസ്വേഡ് ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു. എന്റെ പാസ്വേഡ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഫോൺ എവിടെയെങ്കിലും ഒക്കെ ഇട്ടിട്ട് നടക്കുമായിരുന്നു. പുറത്ത് പോകുമ്പോൾ ചാട്ടിന്റെ കയ്യിൽ ഫോൺ കൊടുക്കുമായിരുന്നു. അപ്പൊ സ്റ്റാർട്ടിങ് ചാട്ട അങ്ങനെ അല്ലായിരുന്നു. അപ്പൊ ഞാൻ പറയായിരുന്നു, എന്നെ മുന്നിൽ ചില ഇത് ഞാൻ പിടിക്കുകയും ചെയ്തപ്പോ ഞാൻ പറഞ്ഞു, എന്നെ മുന്നിൽ ഓപ്പൺ ആയിട്ട് ഫോൺ തറയി വെക്കോ, അന്ന് മുതലേ ഞാൻ ട്രസ്റ്റ് ചെയ്യുള്ളൂ. അങ്ങനെ എനിക്ക് ട്രസ്റ്റ് ഇല്ല, പക്ഷെ ഞാൻ കൂടെ നിൽക്കും. മാറാൻ നിൽക്കുന്ന സമയമുണ്ട്, ടൈം കൊടുത്തു. മാറി ഇപ്പൊ മൊത്തം എന്റെ വലിയ ഫോട്ടോ ഇട്ടോ എന്റെ അക്കൗണ്ടിൽ നീ പോസ്റ്റ് ചെയ്തു. ഒന്നും പ്രശ്നമല്ല ഇപ്പൊ. അടുത്ത ചോദ്യം ചോദിക്കും, എന്റെ അമ്മൂമ്മയുടെ ചോദ്യം. റാപ്പിഡ് ക്വസ്റ്റ്യൻ. പെട്ടെന്ന് ജലസ് ആവുന്നത്, മീൻസ് പോസസീവ് ആവുന്നത്? പോസസീവ് ഇവള് തന്നെയാണ്.
ഞാൻ പൊസസീവിന്റെ കാര്യത്തിൽ കുറച്ചൊരു വീക്കാണ്. പക്ഷെ കാണിക്കൂല. ഓ ഞാൻ possessive അല്ലാന്ന് കാണിക്കും. എനിക്ക് മനസ്സിലാവാറുണ്ട് ചില സന്ദർഭങ്ങൾ. എപ്പോഴാ മനസ്സിലായി? അതിപ്പോ ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞു ഗുരുവായൂരമ്പലത്തിൽ പോയിട്ട് അവിടെ ഒരാളായിട്ട് ഞാൻ ഉടക്കായേ. ഞാൻ പറയാം അയാൾ നല്ല സുന്ദരമാണ്. തിരിച്ചു വന്നിട്ട് എന്തിനോ ദേഷ്യപ്പെട്ട് പെണ്ണു തോന്നി. പിന്നെ അയാള് സുന്ദരൻ പിന്നെ ഒന്നും കൂടി ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പൊ നമ്മളെ കൂട്ടത്തിലെ ആരാ ഏറ്റവും പോസസീവ് പറഞ്ഞ് ചോദിച്ചത് നമ്മൾ പറയാം അമ്മണി. അമ്മണിയാണ് ഏറ്റവും പോസസീവ്. നമ്മളെല്ലാരും ഒന്ന് കെട്ടിപ്പിടിക്കുവോ, നമ്മളൊന്ന് സ്നേഹം കാണിക്കാൻ ഇവിടെ അവിടെ കുറയ്ക്കും. അവളുടെ വാണിംഗ് ആണ്. ഞങ്ങള് രണ്ടുപേരും രണ്ടിടത്തിരുന്ന അവൾക്ക് ഒരു കുഴപ്പമില്ല. ഒരിടത്ത് വന്ന് നമ്മൾ ചേട്ടാ പറഞ്ഞാൽ തന്നെ ഉടനെ അവിടെ ഒരു ശബ്ദം പിടിച്ചില്ല. പിന്നെ അവരുടെ പിന്നെ കളിപ്പാട്ടമുണ്ട് പ്ലാച്ചി. അത് കളിപ്പാട്ടത്തിന്റെ പേര് പ്ലാച്ചി. നമ്മള് അനുമോളുടെ പ്ലാച്ചി വന്ന സമയത്ത് അവളുടെ കളിപ്പാട്ടത്തിന് ഒരു പ്ലാച്ചി എന്ന് പേരിട്ട് കൊടുത്തു. പ്ലാച്ചിയുടെ എന്ന് ചോദിച്ചാൽ തന്നെ അപ്പം മാറും. ഓടിപ്പോ എടുത്തു പ്ലാച്ചി ഇല്ലാതെ ഒരു സെക്കൻഡ് ഇരിക്കൂല. ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ നീ ചോദിക്കണേ പ്ലാച്ചിയോടെ വിളിക്കുന്ന പ്ലാച്ചിയുടെ ഇങ്ങനെ ടെക്കായിരിക്കും. അതാണ് അവളുടെ സ്വന്തമാണ്. ഒരു ഫൈറ്റിന് ശേഷം പെട്ടെന്ന് അത് സോൾവ് ചെയ്യാൻ മുൻകൈ എടുക്കുന്ന ആരാ? ഞാനാ. എനിക്ക് തോന്നുന്നു ഇപ്പൊ ചേട്ടനും ആയി വരുന്നുണ്ട്. ചേട്ടൻ എന്ന് പറഞ്ഞാൽ അതൊന്ന് ഒരു സോൾവ് ചെയ്യാനായിട്ട് മുമ്പൊക്കെ 4-5 ദിവസമൊക്കെയാ ചേട്ടൻ്റെ. ഞാൻ പറയും അത്രയും ടൈം കൊണ്ടുപോരുത് പറയും. ആ സമയം കൊണ്ട് ഞാൻ വേറെ ഒരാളിനെ വളച്ച് എനിക്ക് പോകാനുള്ള സമയം ഉണ്ടെന്ന് പറയും. അന്നത്തെ കാലത്ത് എല്ലാം ഫാസ്റ്റ് അല്ലേ? സത്യം. അത്രയും ടൈം കൊടുക്കരുത് ഒരാൾക്ക്. എനിക്കറിയാൻ പോകില്ല. എന്നിട്ട് ഇപ്പൊ അത് ആ ഒരു 5 ദിവസം എന്നുള്ളത് 4, 3, 2, 1 ഒരു ദിവസം വരെയൊക്കെ ഒരു ദിവസം രാവിലെ കിട്ട വൈകുന്നേരത്തോളം വിളിച്ച് സോൾവ് ചെയ്യുന്ന ഒരു അവസ്ഥയിലായിട്ടുണ്ട്. ഞാനങ്ങനെയല്ല. ഞാനായിട്ട് ആ ദിവസങ്ങളിലാണ് ഞാൻ മനസ്സിലാക്കി വരുന്നു ഇന്ന ദിവസങ്ങളാണ്. അപ്പൊ ഞാൻ കുറച്ചും കൂടി ഒന്ന് കണ്ടോണ്ടാണ്. എത്ര ചൊറിഞ്ഞാലും ഓക്കെ പറഞ്ഞൊരു ഇതാക്കിയ ഞാൻ വിത്തിൻ സെക്കൻഡ് ഞാൻ പോയി വിട്ടു. എനിക്ക് ഒട്ടും ഞാൻ ചെയ്ത് ശരിയായില്ലെന്ന് തോന്നിയാൽ അപ്പൊ തന്നെ ഞാൻ ടക്കര സ്വിച്ച് ഇട്ട് മാറിയതുപോലെ പോയിട്ട് ഞാൻ പറയാം സോറി വിട്ടേക്ക പറയും. നിങ്ങൾ ആരാണ് മറ്റേ ആളുടെ മൂഡ് ഓക്കെ ആണോ ഇങ്ങനെ എപ്പോഴും ചെക്ക് ചെയ്തോണ്ടിരിക്കുന്നത്? ഞാൻ നോക്കാറുണ്ട്. മൂഡ് ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നില്ല, മനസ്സിലാക്കാറുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ അതിനൊക്കെ ഞാൻ വീക്കായിരുന്നു. ഞാൻ അതിന്റെ ബോധമായിരുന്നു. ഒരാളിനൊരു മൂഡുണ്ട്, അവരുടെ മൂഡ് സ്പോയിൽ ആകും. നമ്മൾക്കുള്ള പോലെ തന്നെ അവർക്കും ചിലപ്പോൾ ദേഷ്യം വന്നിരിക്കേണ്ട സമയം ഉണ്ടാവും. അങ്ങനൊന്നും അറിയില്ലായിരുന്നു. അത് ഇത് സമയമായോ, ഏകദേശം നിന്റെ മൂടൊക്കെ മാറി വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ചോദിക്കാവുന്ന ആ ഒരു ഇതിലോട്ട് മാറി. Who gives better hugs? അത് എനിക്ക് ആരാ ഞാൻ തരാറില്ല നല്ല ഹഗ്. ബെറ്റർ ഹഗ് ആരാ കൊടുക്കുന്നത്? ഈ ബെറ്റർ എനിക്ക് തോന്നണത് എനിക്ക് ഹഗ് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? അത് നേരത്തെ പറഞ്ഞില്ലേ ഒരു ഹഗ്ഗിൽ തീരുമാനിക്കുന്നു. എനിക്ക് ഹഗ് ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോ ഒരു മനുഷ്യൻ ചേട്ടനാണെങ്കിൽ ഞാൻ ഹഗ് ചെയ്യുമ്പോൾ ഞാൻ കുറെ സമയം ഹഗ് ചെയ്യും. എന്നുവെച്ചാൽ പെട്ടെന്നൊരു ഹഗ് എടുത്ത് ഈ ഹഗ് അല്ല, കുറച്ച് സമയം ഹഗ് ചെയ്ത് നേരത്തെ പറഞ്ഞില്ലേ ആ എനർജി ട്രാൻസ്ഫോർമേഷൻ അതങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണം എന്നുണ്ടെങ്കിൽ ദേഷ്യത്തില് ഒരു ഞങ്ങൾ ഭയങ്കര ദേഷ്യപ്പെടുമ്പോ ഞാൻ ഓടിച്ചത് ചേട്ടനെ ഹഗ് ചെയ്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഒറ്റ സെക്കൻഡിൽ ചേട്ടൻ ദേഷ്യം താന്നു. ഭയങ്കര വ്യത്യാസമാണ് അത്. അങ്ങ് റിലാക്സ് ആയി പെട്ടെന്ന് ഓക്കെ അങ്ങനെ നിക്കായിരുന്നു. അപ്പൊ എനിക്കറിയാം ആ സമയത്ത് നമ്മൾ തിരിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ പോയി ഹഗ് ചെയ്തു. ഹഗ് ചെയ്തപ്പോഴേക്കും ഒറ്റ സെക്കൻഡോടെ നേരെ താഴെ ഇറങ്ങി വന്നു. അങ്ങനെയാവും. അപ്പൊ ഹഗ് എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ചേട്ടനെ മാത്രല്ല, ഇപ്പൊ ഞാൻ ചേട്ടന്റെ മാത്രല്ല അമ്മണീനെ ഞാൻ ഭയങ്കരമായിട്ട് ഹഗ് ചെയ്യും. കൃഷ്ണനെ ഞാൻ ഹഗ് ചെയ്യും. എടുത്ത് എനിക്ക് ഭയങ്കര വിഷമം വരുവാണെങ്കിൽ ഹഗ് ചെയ്ത് അപ്പൊ എനിക്ക് ഭയങ്കര റിലാക്സ് ഫീൽ കിട്ടും. പിന്നെ ട്രീനെ ഹഗ് ചെയ്യുന്ന നല്ല പറയും ഹഗ് ചെയ്യാറുണ്ട്. അത് പിന്നെ എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ പിന്നെ ഹഗ് ചെയ്തപ്പോ ആരോ പറഞ്ഞു വല്ല മുള്ളുപൊരിക്കലും
ഗ്രൗണ്ടഡ് ആവാൻ അത് നല്ലതാണ്. നല്ലതാ. Tree hug ചെയ്യുന്നത്. Okay. Who is more romantic when nobody is watching? ആരും കാണാത്ത സമയത്ത് ഏറ്റവും കൂടുതൽ റൊമാൻറ്റിക് ആരാ? ആരും കാണാത്ത സമയത്ത് റൊമാൻറ്റിക് ആവാൻ. ഇപ്പൊ ഒരു കഫേയിലേക്ക് ഇരിക്കുകയാണ്, അപ്പൊ ആരും ശ്രദ്ധിക്കുന്നില്ല നിങ്ങളെ, അപ്പൊ ആരാ ഭയങ്കര റൊമാൻറ്റിക്, ഇങ്ങനെ കയ്യിലൊക്കെ പിടിച്ച് മുടിയൊക്കെ ഇങ്ങനെ ആക്കി? അങ്ങനെ ഉണ്ടോ ശരിക്കും? അതൊരു കൊഞ്ചിക്കലാണ് നമ്മളെ അത് കൊഞ്ചിക്കലും. നമ്മുടെ ഭാഷയിൽ അത് കൊഞ്ചിക്കലാണ്. അപ്പൊ ഞാൻ പറയും, അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ആരും കൊഞ്ചിക്കണം കൊഞ്ചിക്കണം അവർക്ക് ചിരി അപ്പൊ കൊഞ്ചിക്കും. ഓട്ടോഷൂട്ടിന് പോയിട്ടേ എന്റെ മുഖം ഇച്ചിരി ചിരിക്കായിരുന്നു, ഭയങ്കര ദേഷ്യമുള്ള മുഖം, ഭയങ്കര ഹെഡ് വെയിറ്റ് ഉള്ള ടീമാണെന്ന് തോന്നുന്നു. അപ്പം അവര് പറഞ്ഞു തലേദിവസം ശരിക്കും ഉറങ്ങിയില്ല, ഫോട്ടോഷൂട്ടൊക്കെ ഇന്ന് തീരുമാനിച്ച് നാളെ ചെയ്ത സാധനമാണ്. അതിന് കണ്ടാൽ എന്റെ മുടിയൊക്കെ ഇതായിട്ട് ഞാൻ ഉറക്കം വന്നിട്ട് വയ്ക്കുന്നത്, നിന്ന് ഉറങ്ങുന്ന ഫോട്ടോ എടുക്കുമ്പോ. അവര് ചിരിക്കുന്നില്ല, എന്റെ മുഖത്ത് ചിരി പിടിച്ചൊക്കെ പറ്റണ്ട. നമ്മുടെ ഒരു കൂടുവാക്കതാണ് കൊഞ്ചിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അന്നേരം അത് നമ്മള് ആ കൊഞ്ചിക്കൽ തന്നെ കുറച്ചും കൂടി കുട്ടിത്തമാവോ, ചൈൽഡിഷ് ആണ്, ഭയങ്കര ചൈൽഡ്. ആ സംസാരത്തിലും ആ ചൈൽഡിഷ്നെസ് ഉണ്ടാവും. നമുക്ക് രണ്ടുപേർക്കും ഓക്കെ. ഏറ്റവും അതായത് 5 മിനിറ്റ്, അതായത് പെട്ടെന്ന് പറയാം 5 മിനിറ്റ് മതി ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് മണിക്കൂറുകളോളം കാണാത്ത ആരെയാ? നല്ല ലാഗ. എന്റെ ഭാഗത്തുള്ള ഏറ്റവും വലിയൊരു നെഗറ്റിവിറ്റി ആണ്. എനിക്ക് എല്ലാ കാര്യവും, ഞാനൊരു പെർഫെക്ഷനിസ്റ്റാ. ചെയ്യുന്നത് എനിക്ക് ഇത് വേണം, അതങ്ങനെ വെച്ച് അതിങ്ങനെ വെച്ച് അടുക്കി പെറുക്കി വരുമ്പോ പറഞ്ഞ സമയമൊക്കെ കഴിയും. ഇന്ന് തന്നെ ഉണ്ടല്ലോ ഇവിടെ വന്നതിന്റെ പേരില് എത്ര 1 മണിക്കൂർ ലാസ്റ്റ് ടൈമിന് എത്തുമില്ല. എന്നാണെങ്കിൽ ആ കാര്യം പഞ്ചലായിട്ട് ചെയ്യണമെന്ന്. പക്ഷെ ലൊക്കേഷനിലൊക്കെ ഷൂട്ടിന്റെ ടൈമിന് പോകുമ്പോ എനിക്ക് അങ്ങനെ എങ്ങനെയെങ്കിലും ഒക്കെ എണീച്ച്, പിന്നെ നമ്മൾ പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്യാനില്ലല്ലോ, അവിടെ റൂമിലായിരിക്കും, രാവിലെ എണീക്കുക, പോയിന്റെ ഇടയിൽ നമുക്ക് വേറെ ഇതൊന്നുമില്ല. വീട്ടിൽ ഞാൻ പല കാര്യങ്ങളിലൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞ ടൈമിൽ എത്താൻ എനിക്ക് ഭയങ്കര പാടാണ്. ഏറ്റവും കൂടുതൽ സമയം അതായത് വഴക്കിട്ടുമ്പോ നമ്മൾ മിണ്ടാണ്ടിരിക്കുമല്ലോ, അങ്ങനെ മിണ്ടാണ്ടിരുന്ന ഏറ്റവും കൂടുതൽ സമയം സർവൈവ് ചെയ്യുന്നത് ആരാ? ഓ ഇത് മിണ്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഇങ്ങനെ സർവൈവ് ചെയ്യും. ഞാനാണ്. അല്ല നമ്മൾ നേരത്തെ പറഞ്ഞു ആദ്യമൊക്കെ ഇരിക്കുവായിരുന്നു, ഇപ്പൊ കുറച്ച് കൊണ്ടുവരുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്തെങ്കിലും പറഞ്ഞ അവർക്ക് ഹേർട്ടായി തോന്നിയാൽ സ്പോട്ടിൽ ഞാൻ ഇപ്പൊ തന്നെ മാറും. പക്ഷെ ഇപ്പൊ ഞാൻ ഇവിടെ നിന്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നിന്റെ അടുത്ത് അടി ഉണ്ടാക്കും. അവിടെ പോയി നിൽക്കണമായിരിക്കും, അവിടുത്തെ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അപ്പൊ തന്നെ ഞാൻ പോട്ടെ സോറി എന്റെ ദേഷ്യത്തിൽ ഞാൻ പറഞ്ഞു അപ്പൊ തന്നെ തീർക്കും. ഓക്കെ. ഹൂ ഈസ് മോർ അഡിക്റ്റഡ് ടു ഈച്ച് അതർ? ഇപ്പൊ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോ ഇപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇഷ്ടമാണെങ്കിൽ ഒരാൾ പൊടിക്ക് കുറച്ച് കൂടുതലായിരിക്കും. എനിക്കത് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതൊക്കെ ഞാനാണ്. അതൊരു അഡിക്ഷൻ ആണോ എന്ന് എനിക്കറിയില്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കൂടെ ഉണ്ടാവുക എന്ന് വെച്ചാൽ വേറെ ഒന്നും ചിന്തിക്കാനില്ല അവർക്ക്. എന്ന് വെച്ചാൽ ഞാനിപ്പോ ഷൂട്ടിന് പോകുന്നു, എനിക്ക് അവിടെ ഷൂട്ടിനിടയിൽ അത് ശ്രദ്ധിക്കണം, ഇത് ശ്രദ്ധിക്കണം. ഞാനത് എന്തിലാണോ ഇൻവോൾവ് ആയിരിക്കും ഞാൻ അതിലായിരിക്കും ഫുൾ ടൈം ഇൻവോൾവ് ആയിരിക്കും. ഇപ്പൊ ആ ഒരു കാര്യത്തിൽ ഇപ്പൊ അഭിനയിക്കുന്നു, സീന് വായിക്കുന്നു, ഞാൻ ആ സീനിൽ നിൽക്കുന്നത് എന്റെ സീൻ അല്ലെങ്കിൽ എന്റെ സീനിൽ എന്റെ പോർഷൻ അല്ലെങ്കിൽ കൂടി ഞാൻ അവിടെ തന്നെ ഉണ്ടാവും. അവിടെ ഇങ്ങനെ നിൽക്കുന്നില്ല, അവരെന്ത് ചെയ്യുന്നു, ഇത് ഇങ്ങനെ ഇൻവോൾവ് ആയിരിക്കും. ശ്രദ്ധ അതിലേക്ക് പോകുന്നുണ്ട്, അതിലേക്ക് നമുക്ക് പോകും. പക്ഷെ ഇവർക്ക് അതൊന്നുമല്ല. ഇവർക്ക് എപ്പോഴും എന്നെ പറ്റി ഓർക്കാനേ സമയമുള്ളൂ. വിളിക്കും, ചിലപ്പോ എന്റെ ഫോൺ അപ്പുറത്ത് മേക്കമ്മാന്റെ കയ്യിലോ ഒക്കെ ആയിരിക്കും വിളിച്ചാൽ കിട്ടിയെന്ന് പറഞ്ഞാൽ അത് മറ്റേ സമയത്താണെന്നുണ്ടെങ്കിൽ അത് അടിയിലോട്ട് വിളിച്ചിട്ട് കിട്ടില്ല. ആ ഒരു സമയത്താണെങ്കിൽ വിളിച്ചിട്ട് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അടി പോകും. ദിവസത്തിൽ 24 മണിക്കൂർ ഉണ്ടെങ്കിൽ 20 മണിക്കൂറും ഇവള് എന്റെ മീൻസ് ഫോണിലൂടെയോ അല്ലാതെയോ ആയിട്ട് നമ്മൾ ഒന്നിച്ചിട്ടുണ്ട്. അല്ല ആ ചോദ്യത്തിന്റെ അല്ല ചോദിച്ചത് എന്തായിരുന്നു? അതായത് രണ്ടുപേരിൽ കുറച്ചും കൂടി കൂടുതൽ ഒരു ആണ്. ഫസ്റ്റ് ഇംപ്രഷൻ, അതായത് നിങ്ങൾ ആദ്യമായിട്ട് കാണുമ്പോൾ നമുക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ചിരിക്കാണ്ടിരിക്കുമ്പോ കാണുമ്പോ ഇപ്പൊ ഭയങ്കര ജാടയാന്ന് തോന്നും, അതൊക്കെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ അല്ലേ? ആ ഇംപ്രഷനും ഇപ്പൊ ഈ ഒരു മൊമെന്റിലുള്ള ഒരു ഇംപ്രഷനും അച്ചക്കച്ചാന്തരം വ്യത്യാസം, ഭയങ്കരമായിട്ടുള്ള വ്യത്യാസം. അതൊന്നും അതേ അല്ല. ഇവളൊരു ഡിവോട്ടിയാണ്, അല്ലെങ്കിൽ ഇത്രയും ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന ആളാണ്, കൃഷ്ണഭക്തയാണ്, ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഫസ്റ്റ് കാണുമ്പോൾ എന്താണ് ഒരു ജീൻസും ടോപ്പൊക്കെ ഇട്ട് ഒരു ആണിനെ പോലെ നടക്കുന്ന ഒരു, അന്ന് ചെയ്ത പോലീസ് ക്യാരക്ടറായിരുന്നു. ചാടത്തുള്ളൂ നടക്കുന്നു, പിന്നെ ട്രിപ്പ് പോകാൻ ഇഷ്ടമുള്ള അങ്ങനെ ഒരു എന്താ പറയാ ഫ്രീക്ക് ഔട്ട് ഗേൾ, അതായിരുന്നു എന്റെ
കാഴ്ചപ്പാടിലുണ്ടായിരുന്നു. അതന്നെ എനിക്കും ആ ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരായിരുന്നു എനിക്കും ഇഷ്ടമുണ്ടായിരുന്നു. ബൈക്കൊക്കെ ഓടിക്കുന്ന പെൺകുട്ടികളെ എനിക്ക് ഇഷ്ടമാണ്. ലൈക്ക് അവരിലൊരു ഇതുണ്ട്. അങ്ങനെയായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷെ അതിന്റെ ഉള്ളില് ഇങ്ങനെയുള്ള ഒരാളുള്ളത് പിന്നീടാണ് നമ്മൾ. അതെന്താ വെച്ചാ ചിലര് ഈ പറയില്ലേ വേഷം വെച്ചിട്ടൊക്കെ നമ്മളെ അനലൈസ് ചെയ്യും, ജഡ്ജ് ചെയ്യും. അതിങ്ങനെ മറ്റേ ഫ്രീക്കായിട്ട് മുടിയൊക്കെ കൊടുത്ത് ഞാൻ പഠിക്കുന്ന എൻ്റെ കോളേജിൽ ഒരു പ്രാവശ്യത്ത് പോലെ അവധി കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ അവിടെ ഉള്ളൊരു ബിഷണ്ണാന്ന് തോന്നുന്നു, നല്ല ഏജുള്ളൊരു ചേട്ടനാ. അപ്പോൾ ഞങ്ങൾ ഇതുപോലെ പുള്ളി ഫ്രീ ആയിരുന്നു. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ അമ്പലത്തിലൊക്കെ പോകുന്നുണ്ട്, ചേട്ടൻ വരുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു നമ്മൾ സപ്ലി എഴുതാൻ പോയതാ, ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ, ബാക്കി ഫ്രണ്ട്സ് ഇല്ല. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഫ്രീ ആകുമ്പോൾ വരാറുണ്ട്. ഞാനിട്ട് കുറെ അമ്പലത്തിലൊക്കെയാണ് വിളിച്ചോണ്ട് പോയത്. ഞാൻ തോണ കേട്ടത് പുള്ളി എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു ഞാൻ അമ്മയെ കുറിച്ച് ഇങ്ങനെയേ അല്ല കേട്ടോ വിചാരിച്ചു. ഞാൻ ചോദിച്ചു പിന്നെ എങ്ങനെയാ വിചാരിച്ച? അല്ല നിനക്ക് ഇത്രയും ഭക്തി ഉണ്ടെന്നൊന്നും അങ്ങനെ ഞാൻ വിചാരിച്ചില്ല. ഞാൻ പറഞ്ഞു ആരനെ അറിയാതെ അളക്കരുത്. നമ്മളൊരാളുടെ ലുക്കും കോലവും കണ്ടിട്ട് അതെന്റെ ചിലപ്പോ തൊഴിലിന്റെ കൂടെ ഭാഗമല്ലേ. ഞാൻ ആ പ്രണയവർണ്ണങ്ങൾ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ അതില് ചെയ്തിട്ടിരിക്കുന്ന സമയത്തായിരുന്നു. അത് ബോയ്ക്കട്ടും മുടിയൊക്കെ കളർ ചെയ്ത് അങ്ങനത്തെ ഒരു ലുക്കായിരുന്നു. ആ ടൈമിൽ ആ ഒരു ലുക്ക് വെച്ചിട്ടാണ് ഇവർ നമ്മളെ ജഡ്ജ് ചെയ്യുന്നത്. പക്ഷെ ആ ലുക്ക് എൻ്റെ ജോലിന്റെ ഭാഗമാണ്. പക്ഷെ എൻ്റെ സ്വഭാവം അതായിട്ടൊരു ബന്ധമില്ലാത്തൊരു സ്വഭാവമായിരുന്നു. അങ്ങനെ തിരിച്ചെന്താ ജിഷൻ ചേട്ടൻ ആദ്യം കണ്ടപ്പോ ഉണ്ടായിരുന്ന ആ ഒരു ഇംപ്രഷൻ ഇപ്പോൾ ഉള്ളൊരു ഇംപ്രഷൻ? ആദ്യം കണ്ടപ്പോ ഞാൻ ജിഷാനെ അതിന് മുന്നേ ജിഷാനെ പറ്റി കേട്ടിട്ടുണ്ട്. ജിഷാന്റെ മണിമുത്ത് വളരെ മോശമായിട്ട് കേട്ടിട്ടുണ്ട്. മണിമുത്ത് എന്ന് പറയുന്ന സീരിയലിൽ ജിഷാന്റെ പേരായിട്ട് എന്നെ വിളിച്ചതായിരുന്നു. ഞാൻ അത് ഒഴിവാക്കിയതായിരുന്നു. ഓവർ പേയ്മെന്റ് പറഞ്ഞിട്ട് ആ ക്യാരക്ടർ ഞാൻ ഒഴിവാക്കിയതായിരുന്നു. കാരണം ഒന്ന് ഞാൻ പ്രണയവർണ്ണം കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് എടുക്കണം, എനിക്ക് ഇതുപോലെ എക്സാം ഒക്കെ വരികയാണ്, അപ്പം ഗ്യാപ്പ് എടുക്കണം എന്ന് എഴുതിയിരിക്കുകയായിരുന്നു. അപ്പൊ അറ്റ് ദ സെയിം ടൈം എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു അയാൾ ശരിയല്ല, പട്ടയാണ്, മോശമാണ്, നല്ല ബെസ്റ്റ് ആളാ, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ശരി അത് പൊയ്ക്കോട്ടെ, ആ ക്യാരക്ടറിന്റെ എൻക്വയറി പൊയ്ക്കോട്ടെ എന്ന് കരുതി ഓവർ പേയ്മെന്റ് പറഞ്ഞ് അതങ്ങനെ പോയതിന് ശേഷമാണ് പിന്നെ നമ്മൾ കന്യാദാനത്തിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ കേട്ടിട്ടുള്ള കുറെ കാര്യങ്ങൾ. പക്ഷെ ഞാൻ ഒരിക്കലും മറ്റുള്ളവരെ ഒരാളിന്റെ നാവിൻ തുമ്പിൽ നിന്ന് ഒരാളെ ഞാൻ ജഡ്ജ് ചെയ്യാറില്ല. അപ്പം എനിക്ക് നിന്നെ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ നിന്നെ കുറിച്ച് മോശം പറഞ്ഞു കിടക്കും. അല്ലെങ്കിൽ നീ മോശമാവണമെന്നില്ലല്ലോ. എനിക്ക് നീ വേറൊരാളുമായിട്ട് നല്ലതായിരിക്കും, എന്റെയും കൂടി കുഴപ്പം കൊണ്ടായിരിക്കും നമ്മൾ രണ്ടുപേരും ഓക്കെ അല്ലാതാവുന്നത്. അതുകൊണ്ട് ആ ഒരു സാധനം മൈൻഡിൽ ഉണ്ടെങ്കിലും ഒരു ഡിസ്റ്റൻസിലാണ് ഞാൻ ജിഷാനത് മിണ്ടിയിരുന്നതും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്തതും ഒക്കെ. അങ്ങനെ ഒരു ഭയങ്കര എനിക്ക് ഒരിക്കലും ഓക്കെ അല്ലാത്ത ഒരാളായിരുന്നു. അപ്പൊ കേട്ടപ്പോഴും ബിഹേവിയർ വൈസും അങ്ങനെയാണ് ഫ്ലോട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് എൻ്റെ അടുത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഓക്കെ അല്ലായിരുന്നു. പിന്നെ പക്ഷെ അത് അങ്ങനെ നമ്മൾ മനസ്സിലാക്കാനുള്ള കുറെ സാഹചര്യങ്ങൾ ഉണ്ടാവുകയോ. അപ്പൊ എനിക്ക് എവിടെയോ തോന്നി ഇയാളുടെ ഒരു നന്മയുണ്ട്, ഇവിടെ ഒരു പാവത്തരമുണ്ട്, നന്മയുണ്ട്. പല കാര്യങ്ങളും അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് ഒരു അറിയാണ്ട് തെറ്റുകൾ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു കറക്റ്റ് റൂട്ട് കിട്ടിയാൽ ചിലപ്പോൾ മേ ബി ക്ലിയർ ആവും തോന്നി. എനിക്കത് സ്റ്റാർട്ടിങ് തോന്നിയൊരു കാര്യമാണ്. അതിന് വേണ്ടി എഫേർട്ട് ഇട്ടു. ഇപ്പൊ ഇവിടെ വരെ എത്തിയത് അതുകൊണ്ട് തന്നെയാ. അതായത് നമ്മൾ പറയില്ലേ ക്ലാവ് പഠിച്ചു കിടക്കുന്ന വിളക്ക് എന്ന് പറയില്ലേ, ആ വിളക്ക് ഭംഗിയാക്കി എടുത്ത് കഴുകി വെച്ചാൽ നല്ല ഐശ്വര്യമുള്ളതാണ്. എല്ലാരും പറഞ്ഞു പറയിപ്പിച്ചും ഒക്കെ മോശമാക്കി ഇട്ടിരിക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ ഒരാൾക്ക് നമുക്കൊരു കൈ കൊടുത്തിട്ട് എനിക്കറിയാം. ഞാൻ ചേട്ടനടുത്ത് പറയുന്നുണ്ട്, ഞാൻ കൈ തരുമ്പോ ചിലപ്പോ ഈ കൈ എന്നെ കുഴിയിലേക്ക് നിങ്ങൾക്ക് വലിച്ചിടാനും പറ്റും, കേറി വരാനും പറ്റും. ഞാനൊരു നല്ല കൈ തന്നിട്ടുണ്ട്, കേറി വന്നാൽ നിങ്ങൾക്ക് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളി കയറി വന്നു. അതുകൊണ്ട് കുറെ പുള്ളിയിലുള്ള നെഗറ്റിവിറ്റീസ് പുള്ളിക്ക് തന്നെ പറഞ്ഞു കൊടുത്തപ്പോ പുള്ളി ഗ്രാജുവലി ടൈം എടുക്കും. ഇങ്ങനെയുള്ളവർക്ക് നമ്മൾ ഒരു ദിവസം കൊണ്ട് സ്വിച്ചിട്ട പോലെ മാറ്റാൻ പറ്റത്തില്ല. നമുക്ക് ടൈം എടുക്കും. സോ ഗ്രാജുവലി ചേട്ടൻ മാറി 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 എന്റെ പെർഫെക്റ്റ് ഹസ്ബൻഡാണ് ഇപ്പൊ. നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു കാര്യമുള്ളൂ, ദേഷ്യം ഭയങ്കര ഓവർ വരുമ്പോ ഇച്ചിരി അൺകൺട്രോളബിൾ ആണ്. അതല്ലാതെ വേറെ ഒരു പ്രശ്നമില്ല. ഒരു ദിവസം കൊണ്ട് നമുക്ക് എല്ലാം മാറ്റാൻ പറ്റുന്ന വരില്ല, പക്ഷെ ഒരു ദിവസം നമുക്കത് മാറ്റാൻ പറ്റും. സെറ്റ്. പക്ഷെ ആക്ച്വലി ഇപ്പൊ നിങ്ങളുടെ ആദ്യത്തെ ഇന്റർവ്യൂ എടുത്ത സമയത്താണെങ്കിലും പ്രത്യേകിച്ച് അമ്മയുടെ സംസാരം കേൾക്കാൻ നല്ല രസമാണ്. കാരണം പറയുന്നത് നമുക്കിങ്ങനെ ഈ കോട്ടൊക്കെ സ്റ്റാറ്റസ് ഒക്കെ ഇടാൻ പറ്റുന്ന കുറെ സാധനങ്ങളില്ലേ, അങ്ങനത്തെ വേയിലാണ് സംസാരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം ഞാൻ എഗ്രി ചെയ്യുന്നത്, ജിഷൻ ചേട്ടനിലെ ഒരു പാവത്തോണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ബിഗ് ബോസിൽ ഫസ്റ്റ് എൻട്രിയിലാണെങ്കിലും സെക്കൻഡ് എൻട്രിയിലാണെങ്കിലും നമുക്കിങ്ങനെ ചൂടാവാൻ തോന്നില്ല. എല്ലാരും ബിഗ് ബോസ് വന്നിട്ട് പറഞ്ഞാൽ ഞാൻ സത്യസന്ധമായിട്ട് എന്റെ സ്വഭാവം കാണിച്ചു എല്ലാവരോടും പഠിച്ചിട്ടാ പുറത്തുനിന്ന് വന്നേക്കുന്നത്. ബിഗ് ബോസ്
ഫസ്റ്റ് തന്നെ പറയുന്നത് എന്താ, ആരോടും നിങ്ങൾ ഇതിൽ കിട്ടിയത് പറയരുത്. എല്ലാരും പുറത്ത് പറഞ്ഞു കൊളാബറേഷൻ വരെ വാങ്ങിച്ച ഡ്രസ്സും കൊണ്ടല്ലേ. അതെ, ശിശാൻ ആരോടും അങ്ങനെ വാങ്ങിച്ചിരുന്നില്ല, ആരോടൊന്നും പറഞ്ഞില്ല. ഒന്നോ രണ്ടോ എൻ്റെ അടുത്തും അമ്മയടുത്തും പറഞ്ഞിരുന്നു, രണ്ടിടത്തുനിന്നും നമുക്ക് കൊളാബറേഷന്റെ അത് ഒരു ഫ്രണ്ടാണ് ഡ്രസ്സ് അറേഞ്ച് ചെയ്ത് കൊടുത്തത്. നമ്മൾ സംസാരിച്ചിട്ടില്ല, അവര് സംസാരിച്ച് ഡ്രസ്സ് അറേഞ്ച് ചെയ്ത് കൊടുത്തു. അത്രേ ഉള്ളൂ. അതേപോലെ നമുക്ക് ഇപ്പൊ എന്തെങ്കിലും ദേഷ്യം തോന്നിയാൽ നമുക്ക് മുഖത്ത് ഇങ്ങനെ ഒരു ചിരിയോ ചൂടാവുന്നില്ല. സത്യമായിട്ട് ഞാൻ ചൂടായിട്ടില്ല, എന്റെ അടുത്ത് ഒന്നും തോന്നില്ല. മറ്റേ ഫാക്ടറി ടാസ്കിന് എല്ലാരോടും ചൂടാവുന്നുണ്ട്. ജിഷ്ണു ചേട്ടന് ഞാൻ മറ്റേ ഒരു ഇന്നസെൻസ് ഉണ്ട്, ഒരു innocence ഒരു ഉണ്ട്. കുട്ടീന്റെ അതെ. അല്ലേ. പക്ഷെ മറ്റേ കാലനാക്കുന്ന സ്വഭാവം വരുമ്പോ എക്സ്ട്രീം ഉണ്ട്. നോർമലി ഒന്ന് ഫസ്റ്റ് മറ്റേ അക്ബർ മറ്റേ സാധനങ്ങളൊക്കെ വലിച്ചെടുത്ത സമയത്തും അന്ന് പൊട്ടിയായിരുന്നു. അത് ചിലപ്പോ വടി പൊട്ടിയാനെ അവനെ പിടിച്ചിട്ട് കൊതറിയിട്ട് തിരിഞ്ഞ് കൊടുത്തനെ. അറിയില്ലട്ടാ, അത് എനിക്ക് കയ്യിൽ നിൽക്കൂലായിരുന്നു. എന്നെ ശരിക്കും ഇതാക്കിട്ട് ആരെങ്കിലും അടി മേടിച്ചിട്ട് തന്നെ ഞാൻ പുറത്തേക്ക് വന്നേ. പക്ഷേ ഇത് കിട്ടിയില്ലേ ടീഷർട്ട്? അത് കിട്ടി. അതെവിടെ അതെവിടെയാ അവിടെ ഉണ്ട്. പിന്നെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഇതാണ്. അതെ, ഓക്കെ. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെ വേറൊരു കൂട്ടനും പറഞ്ഞു, അതായത് ഫെയിലിയർ ടീച്ചേഴ്സ് യു എവറിത്തിങ് എന്നാണ്, സക്സസ് ടീച്ചേഴ്സ് യു നത്തിങ് സത്യം എന്നാണ്. അപ്പൊ നമ്മൾ ഫെയിലിയർ ആയി എല്ലാം പഠിച്ചിട്ട് ഇവിടെ വന്ന് ഇപ്പൊ സക്സസ് ആയി. ഇനി ഇതെന്തായാലും അങ്ങടേക്ക് പോകാൻ പോകില്ല, ഇനി ഇങ്ങനെ തന്നെയാ പോകാൻ പോകും. ഇതിലും ബെറ്റർ ആയിട്ടേ പോകത്തുള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും അമ്മയുടെ പെർഫെക്റ്റ് ഹസ്ബൻഡായി മാറിയ ജിഷൻ ചേട്ടന് കൺഗ്രാറ്റുലേഷൻസ്. അപ്പോ അവയെ എനിക്ക് അന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് നല്ലൊരു പേഴ്സണാലിറ്റി, നല്ല സംസാരം കേൾക്കാൻ കുറച്ച് നല്ല രസമാണ്. അപ്പോ ഇതേപോലെ തന്നെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാ. എല്ലാവിധ ആശംസകളും, എല്ലാം അടിപൊളിയാവട്ടെ. അമ്മിണിക്കുട്ടിക്ക് എത്രയും പെട്ടെന്ന് ഒരു കൂട്ട് കിട്ടട്ടെ. വീട്ടിലേക്ക് വരിക, നമ്മൾ ക്ഷണിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കട്ടെ, നമുക്ക് നോക്കാം. അവരെ നമുക്ക് എന്താ ബീച്ചിൽ കൊണ്ടുപോയി കുറച്ച് കൂൾ ഡ്രിങ്ക്സ് ഒക്കെ ഓൾവേസ് എന്ന് വെച്ചാൽ എപ്പോഴും മസ്താനിയുടെ കൂടെയുള്ള ഇന്റർവ്യൂ എപ്പോഴും ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. കംഫർട്ട് സോണാണ് നിന്റെ ഒരു എന്ന് വെച്ചാൽ ചിരിച്ച് കളിച്ച് നമുക്ക് ഒരു തട്ട് തടവില്ലാതെ നമുക്ക് സംസാരിക്കാൻ വേണ്ടിയുള്ള ഒരു ഇതാണ്, ആ ഒരു എനർജി നിനക്ക് ഉണ്ട് എപ്പോഴും. ആ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് മസ്താനിക്കുള്ള ഒരു ഇതാണ്. അത് ഈ വെറൈറ്റി മീഡിയയിൽ മസ്താനിയുടെ കൂടെ പറഞ്ഞ പോലെ നെല്ലിയുണ്ട. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ അന്ന് ഇതുണ്ടാവുമ്പോ എന്നെ ഇന്റർവ്യൂസിനൊക്കെ വിളിച്ചിട്ട് നമ്മൾ അവിടെ എന്ത് പറഞ്ഞൊന്നും ഓർമ്മയില്ല. ആരോടും വ്യക്തിപരമായിട്ട് ദേഷ്യമൊന്നുമില്ല, ആരോടുമില്ല. അതിന്റെ കാര്യമില്ല, അതൊരു ഗെയിം. അന്ന് തീർന്നു കഴിഞ്ഞു. ഇനി വ്യക്തിപരമായ വൈരാഗ്യം വെക്കേണ്ട കാര്യമൊന്നും ഇല്ലില്ല. അപ്പം എന്താ പറയാ, ഈ പറഞ്ഞ പോലെ ഫെയിലിയർ ആണ് നമ്മളെ നല്ല കാര്യങ്ങൾ ടീച്ച് ചെയ്യുന്നത്. സോ അതിലൊന്നും നല്ല പാഠങ്ങൾ ഉൾക്കൊണ്ട് ഹാപ്പി ആയിട്ടിരിക്കുക, അതല്ലാണ്ട് ടെൻഷൻ അടിച്ച് മെല്ലിയുണ്ട്. നന്നായിട്ടിരിക്കും. അപ്പൊ വൈൻഡപ്പ് ചെയ്യട്ടെ. ഇപ്പൊ ഈ പറഞ്ഞ തന്നെ ഞാൻ ഒന്നുകൂടി പറയാണ്. ഈ പറയുന്ന നമ്മുടെ വെറൈറ്റി മീഡിയയിൽ മസ്താനിയുടെ കൂടെ ഇത്രയും നേരം നല്ലൊരു കുറച്ച് സമയങ്ങൾ ചെലവഴിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. പിന്നെ പ്രേക്ഷകരോട് പറയാനുള്ളത്, ഞങ്ങളുടെ അടുത്ത് എന്താ പറയാ, നല്ല കമന്റ്സ് ഇടുക. ഞങ്ങൾക്ക് വായിക്കുമ്പോൾ സന്തോഷം തോന്നുന്ന രീതിയിലുള്ള കമന്റ്സ്, മോശം കമന്റ്സ് വന്നോട്ടെ, ഞങ്ങളത് നിങ്ങൾ വിമർശിച്ചോളൂ. പക്ഷെ സന്തോഷം കൊടുക്കൂ, എല്ലാവർക്കും കുറച്ച് സന്തോഷം കൊടുക്കൂ, നന്മകൾ കൊടുക്കൂ. യെസ്, അത്രേ ഉള്ളൂ. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്. ഇഞ്ചി, മൈ മീൽ പാർട്ട്ണർ.